Good evening. Welcome to EduFix Distance Education. നിങ്ങളുടെ പേപ്പറിന്റെ കോഡ് BECC103. ഇന്ന് നിൽക്കുന്ന യൂണിറ്റ് 5 ക്ലാസ് 17. Good evening. Welcome to EduFix Distance Education. നിങ്ങളുടെ പേപ്പറിന്റെ കോഡ് BECC103. നിൽക്കുന്ന യൂണിറ്റ് 6 ക്ലാസ് 18. യൂണിറ്റ് 6ന്റെ പേരാണ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയിൽ പഠിക്കാനുള്ളത് സ്ട്രക്ചർ, ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്, ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്, മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ, ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്. അതായത് മോണിറ്ററി പോളിസി എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി, മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ് ആയ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സും ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സും, പിന്നെ മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ, ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ആണ് ഇതിൽ ഈ ചാപ്റ്റർ. ആദ്യത്തേന് ഒബ്ജക്റ്റീവ്സ്. After going through this unit, you should be in a position to describe the role of a central bank, explain types of monetary policy pursued by central bank, identify the objectives of monetary policy, and explain the various tools or instruments of conducting monetary policy. ഈ യൂണിറ്റ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രൈബ് ദ റൂൾ ഓഫ് എ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിന്റെ റൂളുകൾ, അതായത് നമ്മുടെ ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? RBI ആണ്. അപ്പോ അതിന്റെ റൂള്, അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് മോണിറ്ററി പോളിസി, മോണിറ്ററി പോളിസിന്റെ ടൈപ്സ് പർസ്യൂഡ് ബൈ സെൻട്രൽ ബാങ്ക്സ്, പിന്നെ ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി, മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സുകള്, അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ വാരിയസ് ടൂൾസ് ഓർ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് കണ്ടക്ടിങ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിക്ക് കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിന് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിനാദ്യം ഇനി നമ്മൾക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. Unit 5, we learn how an increasing in money supply lead to a decreasing in the rate of interest. Decrease in interest rate lead to increasing investment, which in turn lead to increase in aggregate demand and growth in the GDP of an economy. അതായത് യൂണിറ്റ് 5 നമ്മൾ പഠിച്ചത് ഇൻക്രീസ് ഇൻ മണി സപ്ലൈ ലീഡ് ടു ഡിക്രീസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. യൂണിറ്റ് 5 പഠിച്ചത് ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ് ആകുമ്പോൾ എങ്ങനെയാണ് മണി സപ്ലൈ കൂടുന്നത് എന്നതാണ് നമ്മൾ യൂണിറ്റ് 5 പഠിച്ചത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ എക്കോണമിയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുമ്പോൾ
ബോൺസ് ആൻഡ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, വാങ്ങും. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുമ്പോൾ നമ്മൾ ബോൺസ് ആൻഡ് സെക്യൂരിറ്റീസ് വാങ്ങും. കാരണം അവിടെ എന്താണ്, നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മളിത് ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് സെക്യൂരിറ്റീസ് വാങ്ങാൻ പറ്റും. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ചെറിയ പൈസയ്ക്ക് സെക്യൂരിറ്റീസ് വാങ്ങാൻ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് വാങ്ങിക്കും. അപ്പൊ നമ്മൾ മണി സ്പെൻഡ് ചെയ്യും, എക്കോണമിയിൽ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കുറവാണ്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുമ്പോൾ ചെറിയ പൈസക്ക് നമുക്ക് സെക്യൂരിറ്റീസ് കിട്ടും. അങ്ങനെ സെക്യൂരിറ്റീസ് ചെറിയ പൈസക്ക് കിട്ടുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, സെക്യൂരിറ്റീസ് വാങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ മണി സപ്ലൈ എന്ത് ചെയ്യും, എക്കോണമിയിൽ കൂടുകയും വാല്യൂ ഓഫ് ദ മണി എന്ത് ചെയ്യും, ഡിക്രീസ് ആവുകയും ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. നെക്സ്റ്റ്, decrease in interest rate lead to increasing investment, which in turn leading to increase in aggregate demand and growth in GDP of an economy. ഇനി ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുമ്പോൾ ഞാൻ പറഞ്ഞു ഡിക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ലീഡ് ടു ഇൻക്രീസിങ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് കുറവാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാർ വാങ്ങിക്കൊണ്ട്, നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റീസ് കൂടുതലായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ലെവൽ എന്താവും, കൂടുതലാവും. കാരണം നമ്മൾ സെക്യൂരിറ്റീസ് വാങ്ങുക വിൽക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്താവും, ഇൻക്രീസ് ആവും. അപ്പൊ ഇൻക്രീസ് ആവുമ്പോൾ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവുകയും അതേപോലെ തന്നെ എക്കോണമിയുടെ GDP-യിൽ വർധനവ് ഉണ്ടാവുന്നെന്നും പറഞ്ഞു. ഇനി എ വെരി ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് however would discourage people from keep their savings in financial institutions such as banks. ഇനി ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുമ്പോൾ നമ്മളെ പീപ്പിൾസിനെ ഡിസ്കറേജ് ചെയ്യും. അവരുടെ സേവിങ്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പീപ്പിൾസ് ഡിസ്കറേജ് ആവും. ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ. ദ കൺസെപ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ട്രാപ്പ്, ഈ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ആസ് വി ഡിസ്കസ്ഡ് ഇൻ യൂണിറ്റ് 5, നമ്മളിതൊക്കെ യൂണിറ്റ് 5 ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിഷേഴ്സ് അപ്രോച്ച്, അതുപോലെ തന്നെ കാംബ്രിഡ്ജ് അപ്രോച്ചിലൊക്കെ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. may operate at very low rate of interest. On the other hand, high rate of interest will increase in the cost of borrowing, thereby reducing demand for credit, which in turn will reduce the level of investment and economic growth. അതായത് ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് അവിടെ എന്താണ്, കൂടുതലാണ്. അതായത് നമ്മൾ കൂടുതൽ പൈസ കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെക്യൂരിറ്റീസ് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അവിടുത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കൂടും. അതേപോലെ തന്നെ അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, പൈസ കൂടുകയാണ്. അപ്പൊ സെക്യൂരിറ്റീസിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയുകയും നമ്മുടെ എക്കോണമിയിലെ ഗ്രോത്ത് കുറയുകയും അതുപോലെ തന്നെ GDP-യുടെ ഗ്രോത്ത് ഓൾവേസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ്, അതായത് ദർ ഇസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് മണി സപ്ലൈ. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ മണി സപ്ലൈ കൂടും. അതായത് സെക്യൂരിറ്റീസ് നമ്മൾ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ വാങ്ങും. കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കില്ല. കാരണം അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാണ്, കൂടാണ്. അതേപോലെ തന്നെ ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ് എന്ത് ചെയ്യാണ്, കുറവാണ്. ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നേരെ ഡിസ്കസ് ചെയ്തതാണ്. ഇതിനൊരു ഇൻട്രൊഡക്ഷൻ ആണിത്. ഇനി further, looking from the supply side, adequate supply of money facilitate smooth functioning of economy, while excess money supply may lead to inflation. Thus, from monetary policy perspective, it's important to decide upon quantity of money to be supplied, since it has repercussions on the rate of interest, which affect the good market and aggregate demand. It also has implication price stability and inflation. In this unit, we will discuss why and how the supply of money and demand for credit are managed in an economy. ഇനി നമ്മളെ സപ്ലൈ സൈഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്ലൈ എന്ന് പറയുന്നത് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് എൻ എക്കോണമി, എക്സസ് മണി സപ്ലൈ മേ ലീഡ് ടു ഇൻഫ്ലേഷൻ. അതായത് എക്സസ് മണി സപ്ലൈ ഉണ്ടാവും എന്ത് ചെയ്യാണ്,
ഇൻഫ്ലേഷൻ പറഞ്ഞാൽ എന്താണ്? മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഇൻഫ്ലേഷൻ പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ പറഞ്ഞാൽ എന്താണ്? പണപ്പെരുപ്പാണ്, പണം കൂടുതലാണ്. ഈ എക്സസ് മണി സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്യൂ ടു ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്നു. അതായത് എക്കോണമിയെ എക്സസ് സപ്ലൈ ഉണ്ടാവുമ്പോൾ, അതായത് എക്സസ് മണി സപ്ലൈ, പണത്തിന്റെ ഒഴുക്ക് അവിടെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എക്കോണമി മൂവ് ചെയ്യും, ഇൻഫ്ലേഷനിലേക്ക് മൂവ് ചെയ്യും. അതാണ് എക്സസ് മണി സപ്ലൈ മേ ലീഡ് ടു ഇൻഫ്ലേഷൻ. Thus, from a monetary policy perspective, it's important to decide upon quantity of money to be supplied since it has repercussions on the rate of interest. അതായത് പണപ്പെരുപ്പം അല്ലെങ്കിൽ പണച്ചുരുക്കം ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, എക്കോണമി നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോണിറ്ററി പോളിസീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ മോണിറ്ററി പോളിസി എന്ത് ചെയ്യുന്നുണ്ട്? ഡിസൈഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഡിസൈഡ് ചെയ്യും. ആരും മോണിറ്ററി പോളിസി എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി ഓഫ് മണി ഡിസൈഡ് ചെയ്യും. ആൻഡ് ഓൺ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് എഫക്ട് ദ ഗുഡ്സ് മാർക്കറ്റ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇത് ഗുഡ് മാർക്കറ്റിനെയും അതുപോലെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെയും ഇത് എഫക്ട് ചെയ്യും. It also has an implication on price stability and inflation. In this unit, we will discuss why and how the supply of money and demand for credit are managed in an economy. അതായത് നമ്മുടെ എക്കോണമീസ് കുറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇൻഫ്ലേഷൻസ്, ഡിഫ്ലേഷൻസ്, മണി സപ്ലൈ കൂടുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, മണി സപ്ലൈ കുറഞ്ഞാൽ കുറഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മണി സപ്ലൈ കൂടുതലാവാനും കുറവാവാനും സമ്മതിക്കേണ്ട ഒരു മിനിമം റേറ്റിൽ എങ്ങനെയാണ് എക്കോണമിയിൽ നിലനിർത്തുക, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് സഹായിക്കുന്ന ഒന്നാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ഇനി അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. Demand for and supply of money are regulated by a certain monetary authority, usually the central bank of the country. The central bank of a country, as you know by now, has a several functions to perform. Traditional function of a central bank, such as bankers' bank, example apex bank of a country, a lender of last resort, still applies. However, many more functions pertaining to stabilization of the economy and overall development of the country have come up. In India, Reserve Bank of India, RBI, is the apex bank of the country to monitor and regulate the supply of money and demand for credit. In doing so, the RBI, like other central bank, take into account factors such as economic growth, price stability, easy access to credit, and smooth functioning of the economy. Monetary policies carried out by changing several policy instruments, as will be relate in the unit. According to the RBI, it has following functions. അതായത് എന്താ ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണി എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഒരു മോണിറ്ററി അതോറിറ്റി ആയിരിക്കും. കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു എന്താണ് സപ്ലൈ ഓഫ് മണി തീരുമാനിക്കുന്നത് റിസർവ് ബാങ്ക് ആണെന്ന് പറഞ്ഞു. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഫോർ മണിയും റെഗുലേറ്റ് ചെയ്യുന്നത് സെർട്ടൻ മോണിറ്ററി അതോറിറ്റി ആണ്. അതിന് യൂഷ്വലി നമ്മൾ പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി. നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ്. നമ്മുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? RBI ആണ്. The central bank of a country, as you know by now, has a several functions to perform. നമ്മുടെ RBIക്ക് കുറെ ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് RBI. ഇപ്പൊ മോണിറ്ററി പോളിസി പഠിക്കുന്നതിന് മുന്നേ മോണിറ്ററി പോളിസി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? RBI ആണ്. അപ്പൊ RBI പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് നമ്മൾ പഠിക്കണം. അപ്പൊ എന്താണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണെന്ന് പറഞ്ഞു. എന്ത്? ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഫോർ മണിയും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് സെർട്ടൻ മോണിറ്ററി അതോറിറ്റി ആണ്, അതായത് സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി. നമ്മുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? RBI ആണ്. RBIക്ക് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. ട്രഡീഷണൽ ഫങ്ഷൻ ഓഫ് എ സെൻട്രൽ ബാങ്ക് സച്ച് എസ് ബാങ്കേഴ്സ് ബാങ്ക്, അതായത് ബാങ്കുകളുടെ ബാങ്ക് ആണ് ആര്? RBI. അതായത് RBIയുടെ കീഴിൽ കുറെ ബാങ്കുകൾ, കൊമേഴ്സ്യൽ ബാങ്ക്സ്, പിന്നെ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, ചാർട്ടേഡ് ബാങ്ക്സ്, അങ്ങനെ കുറെ ബാങ്ക്സ് ഉണ്ട്. അപ്പോ ബാങ്കേഴ്സ് ബാങ്ക് ആണ്, ബാങ്കുകളുടെ ബാങ്ക് ആണ്. അതായത് ബാങ്കുകളുടെ തലവനാണ് ആര്? RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് അപ്പെക്സ് ബാങ്ക് ഓഫ് കൺട്രി. ആൻഡ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആണ്. കടങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാങ്ക് ആണ്. കടങ്ങൾ കൊടുക്കാനുള്ള ഒരു ബാങ്ക്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആണ്
RBI. അതേപോലെ തന്നെ അതിന് വേറെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. മെനി മോർ ഫങ്ഷൻസ് പെർട്ടൈൻ ടു സ്റ്റെബിലൈസേഷൻ ഓഫ് ദ എക്കോണമി. എക്കോണമിയുടെ സ്റ്റെബിലൈസേഷൻസ് പെർട്ടൈൻ ചെയ്യുകയും അതേപോലെ തന്നെ കൺട്രിയുടെ ഡെവലപ്മെന്റിനെ ഓവറോൾ ചെയ്യുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി in India, Reserve Bank of India, RBI is the apex bank of the country. ഞാൻ പറഞ്ഞു അപ്പെക്സ് ബാങ്ക് ആണ് ആര്? RBI എന്ന് പറയുന്നത്. മോണിറ്റർ ആൻഡ് റെഗുലേറ്റ് ദ സപ്ലൈ ഓഫ് മണി. സപ്ലൈ ഓഫ് മണിയെയും അതേപോലെ തന്നെ ഡിമാൻഡ് ഫോർ ക്രെഡിറ്റിനെയും മോണിറ്റർ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. In doing so, the RBI, like other central bank, take into account factors such as economic growth, price stability, easy access to credit, and smooth functioning of the economy. ഇനി monetary policy is carried out by changing several policy instruments as we will learn later in the unit according to RBI's following functions. അപ്പോൾ പിന്നെ monetary policy rules ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് RBI ഫങ്ഷൻസ് ആണ് ആദ്യം പഠിച്ചത്. അപ്പൊ RBIയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? RBI ആണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് ആരാണ്? RBI ആണ്. അതുപോലെ തന്നെ എക്കോണമിയുടെ സ്റ്റെബിലൈസേഷൻ പെർട്ടൈൻ ചെയ്യുകയും കൺട്രിയുടെ ഡെവലപ്മെന്റിന് ഓവറോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു അപ്പെക്സ് ബാങ്ക് ആണ്. പിന്നെ സപ്ലൈ ഓഫ് മണിയെയും ഡിമാൻഡ് ഫോർ ക്രെഡിറ്റിനെയും മോണിറ്റർ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എക്കണോമിക് ഗ്രോത്ത് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. പ്രൈസ് സ്റ്റെബിലിറ്റി, ഈസി ആക്സസ് ടു ക്രെഡിറ്റ് ആൻഡ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ എക്കോണമി. ഇത്രയും ഫങ്ഷൻസ് ആണ് RBIക്ക് ഉള്ളത്. RBIയുടെ ഫങ്ഷൻസ് ആണ് ബാങ്കേഴ്സ് ബാങ്ക്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, പെർട്ടൈൻ ടു സ്റ്റെബിലൈസേഷൻ ഓഫ് ദ എക്കോണമി, ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി, അതുപോലെ തന്നെ മോണിറ്റർ ആൻഡ് റെഗുലേറ്റ് ദ സപ്ലൈ ഓഫ് മണി ആൻഡ് ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ്, എക്കണോമിക് ഗ്രോത്ത്, പ്രൈസ് സ്റ്റെബിലിറ്റി, ഈസി ആക്സസ് ടു ക്രെഡിറ്റ് ആൻഡ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ എക്കോണമി. ഇനി ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ചിഹ്നം എന്ന് പറയുന്നത്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ പറ്റിയിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇൻട്രൊഡക്ഷൻ. RBI is the central bank of the country. It is the apex institution of country's monetary and financial system. It was established on the recommendation of the Hiltonian Commission as a body corporate under the RBI Act 1934. It plays a leading role in organizing, running, supervising, regulation and developing the monetary and financial system. അതായത് RBI എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ് RBI എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി ഇതൊരു അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? RBI. ഇനി RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് റെക്കമെൻഡേഷൻ ഓഫ് ഹിൽട്ടണിയൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് RBI ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതേപോലെ തന്നെ RBI ആക്ട് 1934. ഇറ്റ് പ്ലേസ് ലീഡിംഗ് റോൾ ഇൻ ഓർഗനൈസിങ്. ഇനി ഇതിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓർഗനൈസിങ്, റണ്ണിങ്, സൂപ്പർവൈസിങ്, റെഗുലേഷൻ ആൻഡ് ഡെവലപ്പിംഗ് ദ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഇതിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ RBI എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി, അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹിൽട്ടണിയൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇത് വന്നിട്ടുള്ളത്. RBI ആക്ട് 1934. ഇറ്റ് പ്ലേസ് ലീഡിംഗ് റോൾ ഇൻ ഓർഗനൈസിങ്, റണ്ണിങ്, സൂപ്പർവൈസിങ്, റെഗുലേഷൻ ആൻഡ് ഡെവലപ്പിംഗ് ദ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഇനി ഇത് RBIയുടെ ഫീച്ചേഴ്സ് ആണ്. RBIയുടെ ഫീച്ചേഴ്സ് ഓർ ഫങ്ഷൻസ് ആണ് ഇത് പറയും. RBIയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെയാണ് ഫോർമുലേഷൻ ഓഫ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. മറ്റൊരു ബാങ്കുകൾക്ക് മോണിറ്ററി പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. RBIയുടെ ഒരു കുത്തവകാശമാണ് മോണിറ്ററി പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അതായത് ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ റെഗുലേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസിങ് ചെയ്യുന്നതും ആരാണ്? RBI ആണ്. അതായത് RBI എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കേഴ്സ് ബാങ്ക് ആണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ മാത്രമല്ല, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ
അപ്പോൾ അങ്ങനെ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെഗുലേഷൻ ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്, അതായത് RBI ആണ്. ഇനി റെഗുലേഷൻ ഓഫ് മണി, ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, മാർക്കറ്റ് ആർ ആൾസോ സർട്ടൻ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, അതായത് പണത്തെയും ഫോറിൻ എക്സ്ചേഞ്ച് വിദേശ കൈമാറ്റങ്ങളെയും ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെയും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെയും റെഗുലേഷൻ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ഇനി ഡെപ്റ്റ് ആൻഡ് ക്യാഷ് മാനേജ്മെന്റ് ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, അതായത് ഇപ്പൊ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് തമ്മിൽ എന്ത് ചെയ്യും? കടം വാങ്ങും. അങ്ങനെയുള്ള ആ ഡെപ്റ്റുകളെയും അതേപോലെ തന്നെ ക്യാഷിനെയും ഒക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. പിന്നെ മാനേജ്മെന്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാനേജ് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ്, കറന്റ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മാനേജ്മെന്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റിൽ പറയുന്നത് കറന്റ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ പറഞ്ഞില്ലേ കറന്റ് അക്കൗണ്ട് എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്. അങ്ങനെയുള്ള കറന്റ് അക്കൗണ്ടിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിനെയും മാനേജ് ചെയ്യുന്നത് ആരാണ്? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റിലെ കറന്റ് അക്കൗണ്ടിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിനെയും മാനേജ് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്കേഴ്സ് ടു ബാങ്ക്, നേരത്തെ പറഞ്ഞു ബാങ്കുകളുടെ ബാങ്കാണ് ആര്? RBI. ബാങ്കേഴ്സ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒക്കെ ബാങ്കർ ആയിട്ടാണ് ഇത് വർത്തിക്കുന്നത്. മോണിറ്ററിംഗ് ഓഫ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, പേയ്മെന്റ് സിസ്റ്റത്തെയും സെറ്റിൽമെന്റ് സിസ്റ്റത്തെയും മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അതുപോലെ തന്നെ കറൻസി മാനേജ്മെന്റ്, അതായത് കറൻസി മാനേജ്മെന്റ് വെച്ചാൽ എന്താണ്? ഈ നോട്ട് മാത്രമേ ഈ RBI മാനേജ് ചെയ്യുന്നുള്ളൂ. ₹1 നാണയങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ഡെവലപ്മെന്റ് റൂൾ ആൻഡ് അണ്ടർടേക്ക് റിസർച്ച് ആൻഡ് കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിസർച്ചും കളക്ഷൻസും ഒക്കെ എവിടെയാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്? ആരാണ്? RBI ആണ്. അപ്പൊ RBIയുടെ ഫങ്ഷൻസ് ഒന്നുകൂടി നോക്കാം. ഫോർമുലേഷൻ ഓഫ് മോണിറ്ററി പോളിസി, അതുപോലെ തന്നെ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ റെഗുലേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസും ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അതുപോലെ തന്നെ പണത്തെയും ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെയും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. പിന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ഇടയിലുള്ള ഡെപ്റ്റുകളും ക്യാഷുകളും മാനേജ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. മാനേജ്മെന്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ മാനേജ് ചെയ്യുന്നത് RBI ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റില് കറന്റ് അക്കൗണ്ടിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിനെയും മാനേജ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ബാങ്കേഴ്സ് ടു ബാങ്ക് എന്ന് പറയുന്നത് ആരാണ്? RBI ആണ്. പിന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ ബാങ്കറായിട്ട് വർത്തിക്കുന്നത് ആരാണ്? RBI ആണ്. പിന്നെ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തെ മോണിറ്റർ ചെയ്യുകയും പിന്നെ റിസർച്ച് ആൻഡ് കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിനെ അണ്ടർടേക്കിംഗ് ചെയ്യുന്നതും കറൻസി മാനേജ് ചെയ്യുന്നതും ആരാണ്? RBI ആണ്. Next, along with the structural change of the economy over monetary management of the economy has become very important. The RBI design and implement the regulatory policy framework for banking and non-banking financial institution with the aim of providing people access to banking system, protecting depositors' interest, and maintaining the overall health of the financial system. Along with this, management of public debt, management of foreign exchange rate and foreign exchange reserve, determination of interest rate, maintenance of inflation rate, and facilitation of high economic growth have become quite complex. അതായത് നമ്മുടെ എക്കോണമിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതായത് ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻസ്, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ്, വാറുകള്, അങ്ങനെയുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ് എവിടെ വരും? എക്കോണമിയിൽ വരും. ഇങ്ങനെ എക്കോണമിയിൽ ഉണ്ടാവുന്ന ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. അവിടെ മോണിറ്ററി മാനേജ്മെന്റ് എന്തായാലും വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ എക്കോണമിയിൽ പല സ്ട്രക്ചറസ് വരുമ്പോൾ നമ്മൾ മോണിറ്ററി മാനേജ്മെന്റ് ചെയ്യണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മോണിറ്ററി മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? RBI ആണ്. അത് RBI ഡിസൈൻ ചെയ്യുന്നതും അതായത് ഓരോ പോളിസീസ്, ഇപ്പൊ മോണിറ്ററി പോളിസി പോലുള്ള ഓരോ പോളിസീസുകൾ ഡിസൈൻ ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ആരാണ്? RBI ആണ്. അതായത് ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് അവരുടെ
എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രൊവൈഡിങ് പീപ്പിൾ ആക്സസ് ആണ്, ആക്സസ് ടു ബാങ്കിങ് സിസ്റ്റം. അതേപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ദ ഓവറോൾ ഹെൽത്ത് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഹെൽത്ത് നിലനിർത്തുക. ഇതൊക്കെ ആരുടെ എയിമാണ്? ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എയിമാണ്. ഇങ്ങനെ ഇവരുടെ എയിം നടക്കാൻ വേണ്ടിയിട്ട് RBI എന്ത് ചെയ്യും? ഓരോ പോളിസീസ് ഡിസൈൻ ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. അതാണ് മോണിറ്ററി പോളിസീസ് എന്ന് പറയും. മോണിറ്ററി പോളിസീസിന്റെ ഗെയിം. Along with these, management of public debt, management of foreign exchange rate and foreign exchange reserve, determination of interest rate, and the maintenance of inflation rate and facilitate high economic growth have become quite complex. അതായത് പബ്ലിക് ഡെപ്റ്റ് മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് മാനേജ് ചെയ്യുക, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാനേജ് ചെയ്യുക, ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുക, ഇൻഫ്ലേഷൻ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഹൈ എക്കണോമിക് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ എന്താണ്? ക്വൈറ്റ് കോംപ്ലക്സ് ആണ്, വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞൊരു പണിയാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഇനി എന്താണ് മോണിറ്ററി പോളിസി? What is a monetary policy? Monetary policy is a set of tools used by nation's central bank to control the overall money supply and promote economic growth and employ strategies such as revising interest rate and changing bank reserve requirements. അതായത് എന്താണ് മോണിറ്ററി പോളിസി എന്നാണ് പറയുന്നത്? മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ടൂൾസ് ആണ്. അതായത് അതിന് കുറെ ടൂൾസ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതാരാണ്? നമ്മുടെ ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക്, ഏത് രാജ്യത്തിനാണ് സെൻട്രൽ ബാങ്ക്, അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ടൂൾസുകൾ ഇറക്കും. ആ ടൂൾസ് വെച്ചിട്ട് നമ്മുടെ മണി സപ്ലൈനെ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യുകയും അതേപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ആ ഒരു പോളിസിനെ പറയുന്ന പേരാണ് മോണിറ്ററി പോളിസീസ് എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് കുറെ ടൂൾസ് ഇറക്കിയിട്ട് അവരുടെ മണി സപ്ലൈയെയും എക്കണോമിക് ഗ്രോത്തിനെയും എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. ആൻഡ് എംപ്ലോയി സ്ട്രാറ്റജി സച്ചാസ് കുറച്ച് പിന്നെ ടൂൾസ് മാത്രമല്ല ഇതിലുണ്ടാവുക, ഇതിലോരോ സ്ട്രാറ്റജീസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സ്ട്രാറ്റജി പറഞ്ഞാൽ റിവൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അത് മാറ്റപ്പെടുത്തുക അല്ലെങ്കിൽ തലതിരിച്ച് വെക്കുക അല്ലെങ്കിൽ മാറ്റപ്പെടുത്തുക. അതേപോലെ തന്നെ ചേഞ്ചിങ് ബാങ്ക് റിസർവ് അല്ലെങ്കിൽ ബാങ്ക് റേറ്റിൽ അതിൽ മാറ്റം വരുത്തുക, അങ്ങനെയൊക്കെ അവർ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ടൂൾസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് അതിനെ പറയുന്ന പേരാണ് മോണിറ്ററി പോളിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. Monetary policy is a mechanism through which the supply of and demand for money in an economy are regulated. Such a regulation on supply of and demand for money are expected to fulfill the objective of monetary policy. We will discuss about the objectives or goals of monetary policy in this unit. അതായത് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈ ഓഫ് ഡിമാൻഡിനെയും പിന്നെ മണി സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നു. പിന്നെ റെഗുലേറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. You should note that there is a differences between objectives and target of monetary policy. Objectives of monetary policy indicate the direction in which a policy variable should be aimed at while reducing inflation, achieving full employment, realizing higher economic growth. On other hand, target of monetary policy are the variable targeted such as money supply, bank credit, and short-term interest rate through the instrument of monetary policy. ഇനി അതായത് മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സും മോണിറ്ററി പോളിസിന്റെ ടാർജറ്റും തമ്മിൽ ഡിഫറെന്റ് ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി പറഞ്ഞാല് റെഡ്യൂസിങ് ഇൻഫ്ലേഷൻ എന്താണ്? മോണിറ്ററി പോളിസിയുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അച്ചീവിങ് ഫുൾ എംപ്ലോയ്മെന്റ് ഒരു ഒബ്ജക്റ്റീവ് ആണ്. റിയലൈസിങ് ഹയർ എക്കണോമിക് ഗ്രോത്ത് അതിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ഇനി മോണിറ്ററി പോളിസിയുടെ ടാർജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടാർജറ്റഡ് സച്ച് ആസ് മണി സപ്ലൈ ആണ് അവർ ടാർജറ്റ് ചെയ്യുകയും ബാങ്ക് ക്രെഡിറ്റിനെ അവർ ടാർജറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റിനെ അവർ ടാർജറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടാർജറ്റുകൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ
ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഒരു ഇൻസ്ട്രുമെന്റ്സ് എടുക്കും, ഇൻസ്ട്രുമെന്റ്സ് ഉള്ളത് കൊണ്ട് അത് വരും ചാപ്റ്ററിൽ, ഈ ചാപ്റ്ററിൽ പഠിക്കാണ്ട്. ഇനി a central bank could have a single objective or multiple objectives to follow. The primary objectives of most central bank today is price stability. Price stability does not mean that should not be any price rise in an economy. Rather, the objective to have moderate inflation. Very often, many countries have come up with a monetary policy that target inflation rate. Such inflation targeting is followed in India also. We will discuss about inflation targeting was introduced for the first time in 1919 New Zealand. Subsequently, many countries such as Canada, United Kingdom, Sweden, Australia, Chile, Poland, etc. adopted inflation targeting as objectives of monetary policy during 1990s. India formally changed the RBI Act and adopted inflation targeting 2016, according the target variable for monetary policy in India and inflation rate 4%. The RBI formulated monetary policy in such a manner that inflation rate remained in range of 2% to 4% per annum. Prior to 2016, in 1998, India pursued multiple indicators as objectives of monetary policy. Under this approach, the RBI considered a number of targeted variables such as money, credit, output rate, capital flows, fiscal deficit, inflation rate, and exchange rate. We elaborate on some of the major goals of monetary policy in an economy so that you get an idea of their importance. അതായത് സെൻട്രൽ ബാങ്കിനെ പറ്റിയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു സെൻട്രൽ ബാങ്കിന് എന്തായിരിക്കും സിംഗിൾ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടാവും. സെൻട്രൽ ബാങ്കിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് സ്റ്റെബിലിറ്റി ആണ്. പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു പ്രൈസ് കൂടുക എന്നുള്ളതല്ല. അതായത് ഒരു മോഡറേറ്റ് ഇൻഫ്ലേഷൻസ് ആണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളത് ആലോചിക്കുന്നത്. വെരി ഓഫ്റ്റൻ മെനി കൺട്രീസ് ക്യാൻ കമ്പയർ മോണിറ്ററി പോളിസി ടാർഗറ്റ് ഇൻഫ്ലേഷൻ റേറ്റ്. അതായത് കുറെ കൺട്രീസ് ടാർഗറ്റ് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ റേറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് മോണിറ്ററി പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഈ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ത്യയും മോണിറ്ററി പോളിസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് 1990-ലാണ് ന്യൂസിലാൻഡിലാണ്. അതേപോലെ തന്നെ കാനഡ, യുണൈറ്റഡ് കിങ്ഡം, സ്വീഡൻ, ഓസ്ട്രേലിയ, ചിലി, പോളണ്ട് ഒക്കെ ഈ ഇങ്ങനെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഇന്ത്യ ഫോർമലി ചേഞ്ച്ഡ് RBI Act and adopted inflation targeting 2016. ഇത് വെറുതെ അതിനെ പറ്റി പറഞ്ഞു എന്നുള്ളൂ, മോണിറ്ററി പോളിസിനെ പറ്റിയിട്ട്, ഇൻഫ്ലേഷൻസ് എന്താണ് അതൊക്കെ. ഇനി ഒബ്ജക്റ്റീവ്സ് ആണ്. അതിലെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് ആണ് ഹയർ എക്കണോമിക് ഗ്രോത്ത്. അതിൽ എന്തിന്റെ ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. അതിൽ ആദ്യത്തെയാണ് ഹയർ എക്കണോമിക് ഗ്രോത്ത്. To retain higher cementy, an important objective of the monetary policy to realize higher growth. Economic growth lead to higher per capita income and higher standard of living for people. As pointed out earlier, higher investment is crucial for accelerating economic growth. An expansionary monetary policy decreases the rate of interest and increase investment output. Thus increase the rate of growth of the economy. അതായത് ഹയർ എക്കണോമിക് ഗ്രോത്ത് മോണിറ്ററി പോളിസിയുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ് എന്ത്? ഹയർ എക്കണോമിക് ഗ്രോത്ത്. ഹയർ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ പെർ ക്യാപിറ്റ ഇൻകം കൂടുമ്പോൾ, നാഷണൽ ഇൻകം അല്ല, പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ എങ്ങനെ കാണാം? പെർ ക്യാപിറ്റ ഇൻകം പറഞ്ഞാൽ ആളോഹരി വരുമാനം. അതായത് പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെ കാണുന്നത് വെച്ചാൽ നാഷണൽ ഇൻകം ബൈ നമ്പർ ഓഫ് പോപ്പുലേഷൻ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? പെർ ക്യാപിറ്റ ഇൻകം, അതായത് ആളോഹരി വരുമാനം. ഈ പെർ ക്യാപിറ്റ ഇൻകം കൂടുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യും? കൂടും. അതായത് എങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതായത് പെർ ക്യാപിറ്റ ഇൻകം കൂടുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുകയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് കൂടുകയും തത്സമയം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. ആൻഡ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയില് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ, നേരത്തെ പറഞ്ഞു യൂണിറ്റ് 5 പറഞ്ഞില്ല, അതന്നെയാണിത്. എന്ത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ലെവൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ആവുകയും ഔട്ട്പുട്ട് ഇൻക്രീസ് ആവുകയും അതോടെ ഗ്രോത്ത് ഓഫ് ദ എക്കോണമി ഉണ്ടാവുന്നു എന്നും പറയുന്നു.
അതായത് മോണിറ്ററി പോളിസി കൊണ്ട് എങ്ങനെയാണ് ഹയർ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഹയർ എക്കണോമിക് ഗ്രോത്ത് എന്നാൽ പെർ ക്യാപിറ്റ ഇൻകം കൂടുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടുകയും ഇൻവെസ്റ്റ്മെന്റിന്റെ ലെവൽ കൂടുകയും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുകയും ഔട്ട്പുട്ട് കൂടുകയും റേറ്റ് ഓഫ് ഗ്രോത്ത് റേറ്റ് കൂടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് full employment level. Another important objective of economy is provision of employment to people. We observe that unemployment of resources, including human resources, exists in an economy. Further, during the recessionary period, in level of unemployment increases. Thus, there is a need to formulate policy that generate employment and take the country toward full employment. At full employment level of output or potential output, all the factors of production, including labor, are fully employed. However, this does not imply that there is no unemployment. Essentially, full employment is associated with the positive rate of unemployment due to people switching job. Such an output is called a full capacity output. Monetary policy can help realization of full capacity output by influencing aggregate demand. അതായത് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ മോണിറ്ററി പോളിസിയുടെ അടുത്ത ഒബ്ജക്റ്റീവ് എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ആണ്. അതായത് നമുക്ക് കുറെ റിസോഴ്സസ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് കുറെ ഉണ്ട് എക്കോണമിയിൽ. ഹ്യൂമൻ റിസോഴ്സ് കുറെ ഉണ്ട്. പിന്നെ നമ്മളന്ന് പറഞ്ഞു പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിളിനെ പറ്റി പറഞ്ഞില്ല. അപ്പൊ നമ്മൾ റിസഷൻ സ്റ്റേജ് പറഞ്ഞിരുന്നു. ആ റിസഷൻ പീരിയഡ്സിൽ അൺഎംപ്ലോയ്മെന്റ് എന്താവും? ഇൻക്രീസ് ആണ്. അതായത് റിസഷൻ പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നും ഒരു പ്രൊഡക്ഷനെ കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ എന്തുണ്ടായിരിക്കും? അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും. അതായത് അൺഎംപ്ലോയ്മെന്റ് ലെവല് ഇൻക്രീസ് ആയിരിക്കും. അപ്പോ ആ സമയങ്ങളിൽ RBI എന്ത് ചെയ്യും? പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യും. അതായത് മോണിറ്ററി പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യും. എന്തിന്? ജനറേറ്റ് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാനും ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് വരാം, എക്കോണമി ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് വരാനും വേണ്ടിയിട്ട് RBI എന്ത് ചെയ്യും? പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യും. ഇനി അങ്ങനെ നമ്മുടെ എക്കോണമിയിൽ ഇപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ട്. അങ്ങനെ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാകുമ്പോൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓർ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഫുൾ ആയിരിക്കും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഫുള്ളി എംപ്ലോയിഡ് ആയിരിക്കും. However, this does not imply that there is no unemployment. അതായത് അൺഎംപ്ലോയ്മെന്റ് ഇപ്പൊ നമ്മുടെ രാജ്യത്തില്ല. കാരണം നമ്മുടെ രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ RBI പോളിസീസ് ഫോർമുലേറ്റ് ചെയ്തപ്പോ നമ്മുടെ എക്കോണമിയിൽ എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ട്. ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടായി. അതായത് അൺഎംപ്ലോയ്മെന്റ് ഇല്ല. എസെൻഷ്യലി ഫുൾ എംപ്ലോയ്മെന്റ് വിത്ത് പോസിറ്റീവ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? അൺഎംപ്ലോയ്മെന്റിന്റെ പോസിറ്റീവ് ആണ്. അതായത് അവിടെ അൺഎംപ്ലോയ്മെന്റ് ഇല്ല. അത് ഡ്യൂ ടു പീപ്പിൾ സ്വിച്ചിങ് ജോബ്സ്. such as output is called full capacity output. അപ്പൊ ഇങ്ങനെയുള്ള ഔട്ട്പുട്ടിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഇങ്ങനെയുള്ള ഔട്ട്പുട്ടിനെ അറിയപ്പെടുന്നതാണ് full capacity output. Monetary policy can help in realization of full capacity output by influencing aggregate demand. ഈ monetary policies help ചെയ്യുന്നുണ്ട് full capacity realize ചെയ്യാൻ വേണ്ടിയിട്ട്. monetary policies സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് പ്രൈസ് സ്റ്റെബിലിറ്റി. പ്രൈസ് സ്റ്റെബിലിറ്റി നമ്മൾ പറയും ഇൻഫ്ലേഷൻ, അത് തന്നെയാണ് പറയുന്നത്. Price stability, as I mentioned earlier, does not mean that price should remain constant. It means that price increase should be moderate. The objective of price stability may be in conflict with other objectives such as economic growth and full employment. Any increase in aggregate demand via an expansionary monetary policy, typically inflationary. If there is a shortfall aggregate demand, there could be tendency toward deflation in the economy. Monetary policy should aim to avoid both inflation and deflationary situation. അതായത് പ്രൈസ് സ്റ്റെബിലിറ്റി പറഞ്ഞാൽ പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും നിലനിൽക്കുക എന്നതാണ്. അതായത് പ്രൈസ് കൂടാനോ പറ്റില്ല, പ്രൈസ് നല്ല കൂടാനും പറ്റില്ല, എന്നാൽ നന്നായി കുറയാനും പറ്റില്ല. പ്രൈസ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാം. പ്രൈസ് ഇൻക്രീസ് ഷുഡ് ബി മോഡറേറ്റ് ആയിട്ട് നിൽക്കാം. The objective of price stability may be conflict with other objectives such as economic growth and full employment. മോണിറ്ററി പോളിസിയുടെ മറ്റ് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്?
ഹൈ എക്കണോമിക് ഗ്രോത്തും അതേപോലെ തന്നെ ഫുൾ എംപ്ലോയ്മെന്റും. ഈ ഹൈ എക്കണോമിക് ഗ്രോത്തും ഫുൾ എംപ്ലോയ്മെന്റിനെയൊക്കെ അപേക്ഷിച്ച് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ് പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് എനി ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ബൈ എക്സ്പാൻഷൻ മോണിറ്ററി പോളിസി ടിപ്പിക്കലി ഇൻഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷൻസ് സംഭവിക്കും നമ്മുടെ എക്കോണമിയിൽ. അതായത് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഡിമാൻഡ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് എന്താണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസീസ് ആണ്, അതായത് അവിടെ ഇൻഫ്ലേഷൻസ് ആണ് ഉണ്ടാവുക. ഇനി ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കും? ഡിഫ്ലാഷൻസ് സംഭവിക്കും. അപ്പോൾ മോണിറ്ററി പോളിസി ഷുഡ് എയിം ടു അവോയ്ഡ് ബോത്ത് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ സിറ്റുവേഷൻസ്. മോണിറ്ററി പോളിസീസ് എന്താണ് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ സിറ്റുവേഷൻസും ഡിഫ്ലേഷൻ സിറ്റുവേഷൻസും അവോയ്ഡ് ചെയ്യുകയും തത്സമയത്ത് എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് പ്രൈസ് സ്റ്റെബിലിറ്റീസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. എന്ത് മോണിറ്ററി പോളിസീസ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. ലാസ്റ്റ് പോയിന്റ് ആണ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. Monetary policy could affect the balance of payment of economy via interest rate channel. Interest rate plays an important role in foreign investment in the economy. If there is a decline rate of interest, it may result in capital outflows. Consequently, the demand for foreign currency increases and this results in depreciation of domestic currency. Depreciation of currency may have several consequences. Value of domestic currency decline in terms of foreign currency. Foreign goods become more expensive. An import of essential commodities, raw materials and imports may decline, which result in decrease in GDP. As the domestic goods and services become cheaper in terms of foreign currency due to depreciation, export of country may increase, which improve the balance of payment position. The final outcome, however, depend on several factors such as elasticity of import and export and global economic environment, recession, war, global price level, etc. അതായത് മോണിറ്ററി പോളിസി ബാലൻസ് ഓഫ് പേയ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ചാനൽ വഴി. ഇനി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഇമ്പോർട്ടന്റ് റൂളാണ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുമ്പോൾ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ്, ഇഫ് ദർ ഇസ് എ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുമ്പോൾ ക്യാപിറ്റൽ ഇൻഫ്ലോസ് ഉണ്ടാവാതെ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുമ്പോൾ ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുമ്പോൾ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് ഇൻക്രീസ് ആവുകയും ഡൊമസ്റ്റിക് കറൻസിയുടെ ഡിമാൻഡിൽ തേയ്മാനം സംഭവിക്കുകയും ചെയ്യും. അതായത് ഫോറിൻ കറൻസിക്ക് ഡിമാൻഡ് കൂടുകയും നമ്മുടെ സ്വന്തം കറൻസി എന്താണ് അവിടെ ഡിമാൻഡ് കുറവാവുകയും ചെയ്യുന്നു. Depreciation of currency may have several consequent value of domestic currency decline in terms of foreign currency. ഇനി അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഫോറിൻ ഗുഡ്സ് ബിക്കം മോർ എക്സ്പെൻസീവ്. വിദേശ വസ്തുക്കൾ എന്താണ്? മോർ എക്സ്പെൻസീവ് ആണ്. And important of essential commodities, raw materials, input may decline, resulting in decrease in GDP. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന റോ മെറ്റീരിയൽസും പിന്നെ അതിന്റെ ഇൻപുട്സ് ഒക്കെ കുറവാകുമ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് വിദേശത്തൊന്നും വരാതിരിക്കുമ്പോൾ നമ്മുടെ GDP എന്ത് ചെയ്യും? കുറവാകും. GDP ഡിക്രീസ് ചെയ്യും, അതായത് കുറവാകും. As a domestic goods can service become cheaper in terms of foreign currency due to depreciation, export of country may increase, improve balance of payment position. അങ്ങനെ നമ്മൾ എക്സ്പോർട്ട് ഇൻക്രീസ് ആവുന്ന സമയത്ത് ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ എന്ത് ചെയ്യും? ഇംപ്രൂവ് ആവുകയും പിന്നെ ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ടിന് ഇംപ്രൂവ് ആവുകയും ഫൈനൽ ഔട്ട്കം ഡിപ്പെൻഡ് ചെയ്ത് എന്താണ്? കുറെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവയ്ക്കാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ആൻഡ് ഗ്ലോബൽ എക്കണോമിക് എൻവയോൺമെന്റ്, റിസർച്ച് നമ്പർ, ഗ്ലോബൽ പ്രൈസ് ലെവൽ എക്സെട്ര. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റീസും മോണിറ്ററി പോളിസിയുടെ ഒരു ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ ഈ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? മോണിറ്ററി പോളിസീസ് എന്താണെന്ന് പഠിച്ചു. മോണിറ്ററി പോളിസീസ്, റിസർവ് ബാങ്കിനെ പറ്റി പഠിച്ചു. പിന്നെ റിസർവ് ബാങ്കിന്റെ ഫങ്ഷൻസിനെ പറ്റി പഠിച്ചു. പിന്നെ മോണിറ്ററി പോളിസി എന്താന്ന് പഠിച്ചു. മോണിറ്ററി പോളിസിയുടെ 4 ഒബ്ജക്റ്റീവ്സ് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒബ്ജക്റ്റീവ്സ് ഹയർ എക്കണോമിക് ഗ്രോത്ത്, രണ്ടാമത്തെ എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് ലെവല്, മൂന്നാമത്തെ പ്രൈസ് സ്റ്റെബിലിറ്റി, നാലാമത്തെ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. വല്ല ഡൗട്ടും?
ഇതാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.